മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഒന്നിച്ച് ഈ പകൽക്കാലം കർത്താവിൻ്റെ വചനത്തോടുകൂടി ആയിരിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഞങ്ങളെ ഓർത്ത് ശുശ്രൂഷ ഓർത്ത് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഈ പകൽക്കാലം ചോദിക്കുന്നു. സ്വർഗ്ഗം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പറഞ്ഞയക്കുമാറാകട്ടെ. ആമേൻ. ചിന്തയ്ക്കാധാരമാക്കി എടുക്കപ്പെട്ട തിരുവചന വേദഭാഗം 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യം. അതിൻ്റെ ശേഷം യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടുകിളി കൊണ്ട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം താങ്കളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തൻ്റെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വചനത്തെ ദൈവകരങ്ങളിലേക്ക് തരുന്ന പിതാവേ, ഹല്ലേലൂയ, നീ വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമേ പിതാവേ. ഇത് തൻ്റെ മക്കൾക്ക് ഹല്ലേലൂയ വിടുതലായി അനുഗ്രഹമായി തീരുവാൻ തക്കവേണം സ്വർഗം സഹായിക്കുമാറാകണമേ പിതാവേ. ഇടനാവോട് ഉദരത്തോട് കൂടെ ഇരിക്കണമേ. ആത്മാവിൻ്റെ മറവിൽ മറിക്കണമേ കർത്താവേ. തിരുവചനം അയച്ച് സ്വർഗം ഇടിപ്പിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ അത്യന്തകരം കൂടെ ഇരിക്കുമാറാകണമേ. കടന്നു വന്ന ഓരോ ദൈവമക്കളെയും യേശുവിന്റെ സന്നിധാനത്തേക്ക് ഏൽപ്പിക്കുന്നു. ഏഴേമ്പടിയോളം താഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ ശേഷം യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ശലോമോന്റെ പ്രാർത്ഥന കേട്ട് യഹോവ ഹല്ലേലൂയ ശലോമോനോട് ഇടപെടുന്നത് ഇങ്ങനെയാണ്: ഈ ആമേൻ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആമേൻ ആലയമായി സ്ഥലമായി ഞാൻ ഹല്ലേലൂയ അംഗീകരിച്ചിരിക്കുന്നു, ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനിടയായി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് നാം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഹല്ലേലൂയ മനസ്സലിയുവാനിടയാകും. കർത്താവിന് യാഗത്തിനായുള്ള സ്ഥലം കർത്താവ് വേർതിരിക്കും. ഹല്ലേലൂയ. എല്ലാ സ്ഥലത്തും യാഗം നടക്കത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ സ്ഥലത്തു മാത്രമേ യാഗം നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. യാഗം നടക്കുന്നിടത്ത് മാത്രമേ വിടുതലുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് നമുക്ക് എരിവുണ്ട് എങ്കിൽ, ദാഹമുണ്ട് എങ്കിൽ, വിശ്വാസമുണ്ട് എങ്കിൽ, പ്രത്യാശയുണ്ട് എങ്കിൽ, ഒരു വിഷയം കടന്നു വരുമ്പോൾ നാം ആദ്യം ഹല്ലേലൂയ ആലയത്തിലേക്ക് കടന്നുപോയി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം വിശ്വസിക്കുന്ന ദൈവ മക്കളോട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഹല്ലേലൂയ വചനം പഠിപ്പിക്കുന്നത് ആമേൻ ഹല്ലേലൂയ. അതിൻ്റെ ശേഷം ഹല്ലേലൂയ 11 മുതൽ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയവും രാജധാനിയും തീർത്തു. യഹോവയുടെ ആലയത്തിലും തൻ്റെ അരമനയിലും ഉണ്ടാക്കുവാൻ ശലോമോന് താല്പര്യമുണ്ടായിരുന്നതൊക്കെയും അവൻ ശുഭമായി നിവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നോക്കണമേ ദൈവത്തിന്റെ പൈതലേ, തനിക്ക് താല്പര്യമുണ്ടായിരുന്നതൊക്കെയും ആകാംക്ഷയോടുകൂടെ ചെയ്തു തീർക്കുവാനിടയായി. അരമനയും ആലയവും ഒക്കെ പണിത് തീർത്തിട്ട് ഹല്ലേലൂയ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ 12ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിന്റെ ശബ്ദം ഹല്ലേലൂയ ശലോമോൻ കേൾക്കുവാനിടയായത്. ആമേൻ. ഹല്ലേലൂയ. നാം കർത്താവിന് വേണ്ടി ചെയ്യുവാനുള്ളത് ചെയ്ത് ആമേൻ പൂർത്തീകരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ശബ്ദം നമുക്ക് വെളിപ്പെടുന്നത്. ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. ദൈവം ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ യാഗത്തിന്റെ മീതെ എഴുന്നള്ളി വരുന്നത്, നമ്മുടെ യാഗത്തിന്റെ മീതെ ദൈവ പ്രസാദം വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ നമുക്ക് തന്ന ആലോചന പ്രകാരം ദൈവം നമ്മെ ഏൽപ്പിച്ച കർത്തവ്യങ്ങളെ നാം ചെയ്ത് തീർക്കുമ്പോഴാണ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ പൈതലേ, ദൈവം നമ്മുടെ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നുവെന്ന് ഈ വചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുകയാണ്.
പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമുക്ക് മറുപടി തന്നില്ല എങ്കിൽ നമ്മുടെ യാഗത്തിന്റെ മധ്യേ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ മധ്യത്തില് ദൈവ പ്രസാദമില്ല എന്നുള്ളതാണ് അതിന് ഹല്ലേലൂയ ആധാരമായി ഇരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വിശ്വസിക്കുക, ഹല്ലേലൂയ, എന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തിയിരിക്കുന്നുവെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? എത്ര പേർക്ക് ഹല്ലേലൂയ അതിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയും? ആമേൻ. ഞാൻ ചെയ്തതൊക്കെ ശരിയാണ് എന്നുള്ള ഒരു ബോധം ഹല്ലേലൂയ നമ്മുടെ ഉള്ളറകളിൽ ഈ പകൽക്കാലം കടന്നു വരുന്നു എങ്കിൽ ദൈവപ്രസാദം നമ്മിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ നന്ദി, രാജാവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ആശുപത്രിയിലൊക്കെ കടന്നു ചെന്ന് അഡ്മിറ്റ് ആകുവാനൊക്കെ ഹല്ലേലൂയ അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് ദൈവമക്കൾ പോലും പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയപ്പെടുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ, ഈ മലയോരങ്ങളിൽ ഹല്ലേലൂയ ഈ കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ ആമേൻ 2 പ്രാവശ്യത്തോളം അതിലധികവും ആമേൻ പ്രാർത്ഥനയ്ക്കായി ഇവരെ കൊണ്ടുപോയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുശേഷം മാത്രമേ ആശുപത്രി കടന്നു പോകുകയോ മരുന്നിൽ ആശ്രയിക്കുകയോ ചെയ്യത്തുള്ളൂ. കുഞ്ഞുനാൾ മുതൽ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം മാനിക്കുവാനിടയായത്, അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുവാനിടയായത്, അതുകൊണ്ട് ആശുപത്രിയിൽ അഭയം പ്രാപിക്കുവാൻ ഇടയാക്കാതിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ജഡശരീരങ്ങളിൽ രോഗങ്ങൾ വരും, പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഓർക്കണമേ ദൈവ പൈതലേ, വചനം പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ, അതിന്റെ ശേഷമാണ് യഹോവ രാത്രി ശലോമന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തത്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പ്രസാദമുള്ള ഒരിടത്ത് നാം കടന്നു വന്ന മുഴങ്കാലുകളെ മടക്കുമ്പോൾ തന്നെ നമ്മുടെ മേൽ ഹല്ലേലൂയ ദൈവ പ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം ലഭിക്കും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും. ആമേൻ. നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുക്കും, അവൻ നമ്മെ രക്ഷിക്കും. ഡോക്ടർമാരിലും വൈദ്യന്മാരിലും ആശ്രയിച്ച് ഹല്ലേലൂയ ആമേൻ അവിടെ കിടക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. മുന്നിൽ വെളിപ്പെടുന്ന ഹല്ലേലൂയ ശത്രുവിന്റെ കോട്ടകളെ അവൻ ഇടിക്കും. ശത്രു വെച്ച കുരുക്കുകളെ അവൻ പൊട്ടിക്കും, നൂലാമാലകളെ തകർത്തെറിയും. ആമേൻ. എത്രത്തോളം പോരാട്ടങ്ങളും ബന്ധനങ്ങളും കടന്നു വന്നാലും യഹോവ നമ്മെ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അതിനാണ് കർത്താവ് ചില ഇടങ്ങളെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് കർത്താവിന് ഹല്ലേലൂയ യാഗത്തിനുള്ള ഹല്ലേലൂയ ആലയങ്ങളായി വേർതിരിച്ചിരിക്കുന്നുവെന്ന് ഈ പകൽക്കാലം നാം ഓർത്തുകൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടുകിളികളോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം താങ്കളെ തന്നെ പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കണമേ ദൈവ പൈതലേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. രോഗം വരികയില്ല എന്ന് പറയുന്നില്ല, ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ തൊടില്ല എന്ന് പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ വളരെ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞെരുക്കങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശത്രു കടത്തിവിടുന്ന പ്രതിബന്ധനങ്ങൾ കടന്നു വരും. എന്നാലും ഹല്ലേലൂയ അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു സ്വർഗീയ കരമുണ്ട് എന്ന് വളരെ വ്യക്തമായി പകൽക്കാലം അവിടെ വരച്ചു കാട്ടിയിരിക്കുക. ഹല്ലേലൂയ. യുഡമാനബാബരി ബാബ ശുഡബലരികമാനബരിബ വശരബാരബ ജുഡബലരികമാനബ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജുഡബലരികബബരിബ ജുഡമാരിബാരബ. ഹല്ലേലൂയ. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ മുടിക്കേണ്ടതിന് വെട്ടുകിളികളോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ആമേൻ. കാറ്റുകൾ പലതരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചെറിയ കാറ്റൊക്കെ വരുമ്പോൾ നാം ചിന്തിക്കാറുണ്ട്, ഹല്ലേലൂയ, ഇത് സ്വാഭാവികമാണ്, ഹല്ലേലൂയ, ഇത് സാധാരണയാണ്, ഹല്ലേലൂയ, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രതികൂലം ചെറുതല്ലേ, ഈ പ്രശ്നം ചെറുതല്ലേ, ഈ വിഷയം ചെറുതല്ലേ എന്ന് നാം കേൾക്കുന്നതല്ലേ, എന്ന് നാം അനുഭവിക്കുന്നതല്ലേ. ശരീരമാകുന്ന അസ്വസ്ഥതകളും പീഡകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ആമേൻ ഹല്ലേലൂയ പരിഹാസങ്ങളും എല്ലാം ഇത് മനുഷ്യ ജന്മത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് ചിന്തിച്ച് നാം ഒതുങ്ങി പോകാറുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു മഹാമാരിയുണ്ട് എന്ന് നാം ഓർത്തുകൊള്ളണമേ ദൈവമക്കളെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യേശുവും ശിഷ്യന്മാരും യാത്ര ചെയ്തപ്പോൾ ചില കാറ്റുകൾ വെളിപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവർക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഈശാന മൂലം എന്ന കാറ്റ് കടന്നു വരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴാണ് നിലവിളി ഉയരുന്നത്, അപ്പോഴാണ് പ്രാർത്ഥന മുഴങ്ങുന്നത്, അപ്പോഴാണ് നാഥനെ തേടുന്നത്, അപ്പോഴാണ് യേശു എവിടെയുണ്ട് എന്ന് അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ഹല്ലേലൂയ നിലവിളിക്കുന്നത് അപ്പോഴാണ്. അമരത്ത് തലവേദന വെച്ച് കിടന്നുറങ്ങുന്ന കർത്താവിനെ ഉണർത്തുന്നത് എപ്പോഴാണ്? ഹല്ലേലൂയ. നോക്കണമേ ദൈവ പൈതലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കിടന്നുറങ്ങുന്ന ക്രിസ്തുവിന്റെ മേൽ വെള്ളം കയറിയിട്ട് മാത്രമേ ശിഷ്യന്മാരുടെ മേൽ വെള്ളം കയറുകയുള്ളൂ. എങ്കിലും ഹല്ലേലൂയ ഉള്ളിൽ ക്രിസ്തു ഉറങ്ങി പോയത് കൊണ്ട് അവർക്ക് ബോധ്യമുണ്ട്, യേശുവിനെ വിട്ടേച്ചത് യാത്ര ചെയ്യുക കൊണ്ട്, യേശുവിന്റെ ആത്മാവ് എന്റെ ഉള്ളറകളിൽ ഇല്ലായക കൊണ്ട് പ്രശ്നങ്ങൾ നേരിടുകയാണ്, പ്രതികൂലങ്ങൾ കടന്നു വരികയാണ്. അവരൊന്ന് ഉണരുവാനിടയായി. ഉണർന്ന് ഹല്ലേലൂയ ഉൾത്തടത്തിൽ ഉറങ്ങുന്ന ക്രിസ്തുവിനെ അവർ തട്ടി ഉണർത്തുവാനിടയായി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ ആമേൻ ഉൾത്തടത്തിൽ ഉറങ്ങുന്നുവെങ്കിൽ ഈ പകൽക്കാലം ഒന്ന് തട്ടി ഉണർത്തിയാട്ട്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഈ സ്ഥലത്ത് യേശുവുണ്ട്, ഈ സ്ഥലത്ത് യാഗമുണ്ട്, ഈ സ്ഥലത്ത് ദൈവപ്രസാദമുണ്ട്. ഹല്ലേലൂയ. വീടുകളിൽ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങളുടെ അറകളിലേക്ക് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വെളിപ്പെടുന്നുവെങ്കിൽ യേശുവിനെ ഒന്ന് ഉണർത്തിയാട്ട്. നിങ്ങളുടെ ഉള്ളറകളിലേക്ക് ഒരു ആത്മപ്രഭാകം ഒഴുകട്ടെ. പ്രൈസ് ദി ലോർഡ്. യുഡബലരികമാനബരിബ ശുഡബരിബരിബ യുഡബലരികമാനബരിബ ശരബ. ഹല്ലേലൂയ. വചനം പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ ജനം താങ്കളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ നിർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പോൾ പാപമാണ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ജനത്തെ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പാപമാണ് നമ്മെ ഹല്ലേലൂയ ദൈവ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഹല്ലേലൂയ ദൈവികമാകുന്ന ബന്ധത്തിൽ നിന്ന്, ദൈവികമാകുന്ന കൂട്ടായ്മയിൽ നിന്ന് ആമേ ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയാതെ വണ്ണം നമ്മെ മാറ്റി ഹല്ലേലൂയ മറിക്കുന്നത് പാപമാണെന്നാണ് ഈ വേദവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പാപത്തിന്റെ വഴികളെ വിട്ടോടുന്നവരാണ് ദൈവത്തിനുള്ളവർ. ഹല്ലേലൂയ മുന്നിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ചില പാതകളൊക്കെയും ചില വഴികളൊക്കെയും ആമേൻ ഹല്ലേലൂയ തെളിവായി വെളിപ്പെട്ട് വരുമ്പോൾ അതിനെ വിട്ട് ആമേൻ ഹല്ലേലൂയ ആ ക്രിസ്തുവിന്റെ മുഖത്തെ നോക്കി ആ പരിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ദൈവത്തിന് വേണ്ടിയുള്ളവര്. ആമേൻ ഹല്ലേലൂയ അവരുടെ ശരീരങ്ങളിലാണ് യേശു വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അവരാണ് കർത്താവിന് വേണ്ടി ആമേൻ ഫലം കായ്ക്കുന്ന ആമേൻ ഹല്ലേലൂയ കൊമ്പുകൾ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ നാമാകുന്ന കൊമ്പ് ഉണങ്ങിപ്പോയാൽ കർത്താവ് അതിനെ പുറത്തു കളഞ്ഞ് തീയിലിട്ട് ചുടുവാനിടയായി തീരും. നാമാകുന്ന കൊമ്പ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ക്രിസ്തുവിനെ പടരുവാൻ യോഗ്യതയുള്ളതാക്കി നാം തീർത്തു കൊടുത്താൽ നാഥനാകുന്ന ക്രിസ്തു നമ്മുടെ മേൽ പടർന്നിട്ട് നാം വളരെ ഫലം കഴിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ
ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നാം ഏതെങ്കിലും മണ്ഡലങ്ങളുടെ മേൽ